Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറേ ലിസ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കളക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മെയിൻ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറേ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്കാണ്. അറേ ലിസ്റ്റ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഓൾറെഡി വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഈ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കാം, അതിനുശേഷം ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അതുപോലെ അതിനകത്ത് വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നെക്സ്റ്റ് പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ കളക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാനൊരു ജാവ കളക്ഷൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് റെഫർ ചെയ്യുക, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറേ ലിസ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ലിസ്റ്റ് ഇന്റേണലി യൂസസ് ഡൈനാമിക് അറേ ടു സ്റ്റോർ ദി എലമെന്റ്സ്. അപ്പോൾ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് അത് ഇന്റേണലി അത് യൂസ് ചെയ്യുന്നത് ഒരു അറേ ആണ്. അതായത് നോർമൽ അറേ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിക് അറേ ആണ്. അത് നമ്മൾ മുമ്പ് ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. സാധാരണ അറേയിലാണെങ്കിൽ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അതായത് 3 സൈസുള്ള ഒരു അറേക്കകത്ത് നമ്മൾ നാലാമതൊരു എലമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഫിക്സഡ് ആണ് അല്ലെ. അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. ബട്ട് അറേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡൈനാമിക് ആണ്. അതായത് നമുക്ക് എലമെന്റ് എത്ര വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതിനനുസരിച്ച് ആ അറേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അറേ ലിസ്റ്റ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എലമെന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് റീസൈസ് ആയിട്ട് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എത്ര എലമെന്റ് വേണമെങ്കിലും ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാം. അത് അറേ ലിസ്റ്റിൽ ഒരു വിഷയമല്ല. അത് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഗ്രോ ചെയ്യുകയും തിരിച്ച് ഡിലീഷൻ നടക്കുമ്പോൾ അത് റീസൈസ് ആയിട്ട് ചെറുതാവുകയും ചെയ്യും. അപ്പോൾ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണലി അറേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് അതൊരു ഡൈനാമിക് അറേ ആണ്. ഓക്കെ, അപ്പോൾ എലമെന്റ് വരുന്നതിനനുസരിച്ച് അത് ഡൈനാമിക് ആയിട്ട് അതിന്റെ സൈസ് കൂടും, സൈസ് കൂടും. മനസ്സിലായല്ലോ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇന്റേണലി യൂസസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റോർ ദി എലമെന്റ്സ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇന്റേണലി യൂസ് ചെയ്യുന്നത് അറേ അല്ല, അതൊരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ എലമെന്റിനെ സ്റ്റോർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ വിത്ത് അറേ ലിസ്റ്റ് ഈസ് സ്ലോ ബിക്കോസ് ഇറ്റ് ഇന്റേണലി യൂസസ് ആൻ അറേ. ഇഫ് എനി എലമെന്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി അറേ ഓൾ അതർ എലമെന്റ്സ് ആർ ഷിഫ്റ്റഡ് ഇൻ മെമ്മറി. അതായത് ഇപ്പൊ അറേ ലിസ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് എലമെന്റ് ആഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും അനുസരിച്ച് അത് ഗ്രോ ചെയ്യുക, റീസൈസ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ. പക്ഷേ ഇതിനകത്ത് മാനിപ്പുലേഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം എന്താണ്, ഇന്റേണലി ഇത് യൂസ് ചെയ്യുന്നത് ഒരു അറേ ആണ്. അപ്പോൾ അറേ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എലമെന്റ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പോൾ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ എംപ്റ്റി സ്പേസ് അവിടെ കിടക്കില്ല. അപ്പൊ അതിന്റെ ബാക്കി പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. അങ്ങനെ ഒരു കാര്യം കൂടെ നടക്കുന്നത് കൊണ്ട് അവിടെ കുറച്ച് സ്ലോ ആയിരിക്കും പെർഫോമൻസ്. മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ നമ്മൾ 5 സൈസുള്ള ഒരു അറേ ലിസ്റ്റിനകത്ത് നമുക്ക് 5 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ മൂന്നാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ബാക്കി എലമെന്റിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ മാനിപ്പുലേഷൻ കുറച്ച് സ്ലോ ആണ്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മാനിപ്പുലേഷൻ വിത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് ഫാസ്റ്റർ ദാൻ അറേ ലിസ്റ്റ് ബിക്കോസ് ഇറ്റ് യൂസസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സോ നോ ബിഗ് ഷിഫ്റ്റിംഗ് ഈസ് റിക്വയർഡ് ഇൻ മെമ്മറി. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറേ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഇത് ഫാസ്റ്റർ ആണ്. കാരണം എന്താണ്, അറേ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് അറേ ആണ്. അപ്പോൾ ഒരു എലമെന്റ് മാറ്റി കഴിയുമ്പോൾ ബാക്കി എലമെന്റ്സിനെ ഷിഫ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് ഷിഫ്റ്റോ റൈറ്റ് ഷിഫ്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യണം. ബട്ട് അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്, അറേ അല്ല. അതുകൊണ്ട് ഈ ബിറ്റ് ഷിഫ്റ്റിംഗ് ഇങ്ങനെ ഒരു എലമെന്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിനകത്തെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് കമ്പയർഡ് ടു അറേ ലിസ്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ അറേ ലിസ്റ്റ് ക്ലാസ് ക്യാൻ ആക്സസ് എ ലിസ്റ്റ് ഓൺലി ബിക്കോസ് ഇറ്റ് ഇംപ്ലിമെന്റ്സ് ലിസ്റ്റ് ഓൺലി. അതായത് നമുക്ക് അറേ ലിസ്റ്റ് എന്ന് പറയുന്ന അറേ ലിസ്റ്റ് ക്ലാസ്സിന് ഒരു ലിസ്റ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, അത് ലിസ്റ്റിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കളക്ഷൻ ആൻഡ് മാപ്പ് ഹൈറാർക്കി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽഡ് ക്ലാസ് ആണ് അല്ലേ. അത് എന്തിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റ് ഇന്റർഫേസിനെ. ഓക്കെ, ഇതാണ് അവർ ആ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അറേ ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് ഇന്റർഫേസിനെയാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് ലിസ്റ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ് ക്യാൻ ആക്ട് ആസ് എ ലിസ്റ്റ് ആൻഡ് ക്യൂ ബോത്ത് ബിക്കോസ് ഇറ്റ് ഇംപ്ലിമെന്റ്സ് ലിസ്റ്റ് ആൻഡ് ക്യൂ ഇന്റർഫേസസ്. ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ്സിന് ലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ക്യൂ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലിസ്റ്റിനെയും ഡി ക്യൂ ഇന്റർഫേസിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇത് ലിസ്റ്റിനെ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇത് ലിസ്റ്റിനെയും ഡി ക്യൂവിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹൈറാർക്കിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ് ലിസ്റ്റിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡി ക്യൂ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം നമ്മളിതാ ഇതിന്റെ ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇൻബിൽഡ് ക്ലാസ് കാണാൻ പറ്റും. ക്ലാസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇത് എന്തിനെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? ലിസ്റ്റിനെയും DQനെയും. അതുകൊണ്ട് ഇത് രണ്ടുമായിട്ട് അതിന് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഈ 3 പോയിന്റ് മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ 4ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ലിസ്റ്റ് ഇസ് ബെറ്റർ ഫോർ സ്റ്റോറിങ് ആൻഡ് ആക്സസിങ് ഡേറ്റ. ഓക്കെ, അതായത് അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡേറ്റ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു പർപ്പസ് വരികയാണെങ്കിൽ അറേ ലിസ്റ്റ് ആണ് നല്ലത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ഫോർ മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. ഒരു ഡേറ്റ മാനിപ്പുലേഷൻ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ബെറ്റർ. അതായത് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുക, എലമെന്റ് ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ കേസിൽ നമ്മൾ കുറച്ചുകൂടെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, അതിനകത്ത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എലമെന്റുകൾ ഇൻസേർട്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് അറേ ലിസ്റ്റിൽ മാനിപ്പുലേഷൻ സ്ലോ ആണ്. കാരണം ഇടയ്ക്ക് നിന്ന് ഇപ്പോൾ എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് അതിന്റെ പെർഫോമൻസ് ഭയങ്കര സ്ലോ ആയിരിക്കും അല്ലെ. ലിങ്ക്ഡ് ലിസ്റ്റിൽ പക്ഷേ അത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യമില്ല മെമ്മറിയിൽ, അതുകൊണ്ട് അത് ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസേർഷൻ ഡിലീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യണം. പക്ഷേ ഇപ്പൊ നമുക്ക് ജസ്റ്റ് എലമെന്റ് ആക്സസ് ചെയ്താൽ മതി അല്ലെങ്കിൽ റിട്രീവ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അറേ ലിസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ 4th പോയിന്റ് മനസ്സിലായല്ലോ. ഇനി മെമ്മറി ലൊക്കേഷൻ ഫോർ ദ എലമെന്റ്സ് ഓഫ് അറേ ലിസ്റ്റ് ഇസ് കണ്ടിന്യൂസ്. അതായത് അറേ ലിസ്റ്റിനകത്ത് എലമെന്റ്സിന്റെ മെമ്മറി ലൊക്കേഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അറേ ലിസ്റ്റിനകത്ത് നമ്മൾ എലമെന്റ് സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, ഇങ്ങനെ ഇന്റേണലി ഇത് അറേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അറേയിൽ എലമെന്റ് ഇൻസേർട്ട് ആവുന്ന പോലെ 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എലമെന്റ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിലെ ലൊക്കേഷൻ ഫോർ എലമെന്റ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് അങ്ങനെ അടുപ്പിച്ചല്ല എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ലിസ്റ്റ് ഇസ് റീസൈസബിൾ അറേ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റീസൈസബിൾ ആയിട്ടുള്ള ഒരു അറേ ആണ്. എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഗ്രോ ചെയ്യും, നമ്മളത് എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, റീസൈസബിൾ ആണ്. അടുത്ത പോയിന്റ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതൊരു റീസൈസബിൾ അറേ അല്ല, ഒരു ഡൈനാമിക് അറേ അല്ല. അത് ഇന്റേണലി യൂസ് ചെയ്യുന്നത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇനി പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് ഒരു ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ പോലൊക്കെ ചോദിക്കാം, ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷനിൽ നമ്മൾ അറേ ആണോ ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ യൂസ് ചെയ്യാന്ന്. അതപ്പം നിങ്ങൾ ഓർക്കുക, ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷന് അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് വേർസ്റ്റ് ആണ്. എപ്പോഴും ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഈ റിട്രീവൽ ഓപ്പറേഷന്റെ കേസ് വരുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് വേർസ്റ്റ് ആണ്, നമ്മൾ അറേ ലിസ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അറേ ലിസ്റ്റ് ആർ വേർസ്റ്റ് ഫോർ ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷൻ. ഓക്കെ, പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് വേർസ്റ്റ് ഫോർ റിട്രീവൽ ഓപ്പറേഷൻ. അതായത് നമ്മൾ ഈ 4ാമത്തെ പോയിന്റ് നമുക്ക് തിരിച്ചു പറയാം. അത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ അതിനകത്തെ മെത്തേഡ്സ് എന്തൊക്കെയാണ്. ഈ പാർട്ടൊക്കെ നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.